അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനു ശരീഫിൽ അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട് ഈ ശ്രേഷ്ഠമായ വെള്ളിയാഴ്ചയും ജുമുഅയിൽ പങ്കെടുക്കാനും വളരെ റാഹത്തോടെ നോമ്പുകാരായി അള്ളാഹിന്റെ പള്ളിയിലും ഇൽമിന്റെ മജ്ലിസിലും ഒരുമിച്ച് കൂടാനും നമുക്ക് അല്ലാഹു തൗഫീഖ് തന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത് നല്ല നിയ്യത്തോടെ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ചയാവുമ്പോൾ പൊതുവെ സമയം നമുക്ക് പരിമിതമാണ്. പിന്നെ ഈ സമയത്ത് ഏതായാലും നമ്മുടെ പ്രധാനപ്പെട്ട സമയങ്ങൾ ഇത്തികാഫിലും അല്ലാഹുവിന്റെ പള്ളിയിലും ചെലവഴിക്കാൻ വേണ്ടി നമ്മൾ കണക്കാക്കി തീരുമാനിച്ചു വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുക, പ്രത്യേകമായി ദുആ ചെയ്യുക എന്നൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. ദുആ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ജുമുഅക്ക് മുമ്പ് ദുആയിരുന്നു, നിസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തു. ദുആ അത് നടന്നുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ ദുആക്കുത്തരം കിട്ടുന്ന ഒരു സമയം ഏതാണ് എന്ന് നമുക്കറിയില്ല. ഒറ്റക്കും കൂട്ടായുമുള്ള ദുആ നടന്നുകൊണ്ടിരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചുരുങ്ങിയ സമയം മുൻഗാമികളും പിൻഗാമികളും എന്നാണ് ഇന്നത്തെ വിഷയത്തിന് നിശ്ചയിച്ച നാമം. പ്രധാനമായി അതിൽ ലക്ഷ്യമിട്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻഗാമികളുടെയും പിൻഗാമികളുടെയും താരതമ്യം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തി. ആരാണ് മുൻഗാമികൾ, ആരാണ് പിൻഗാമികൾ, ആരാണ് പഴയകാലക്കാർ, ആരാണ് ഇപ്പോൾ ഈ പുതിയ കാലക്കാർ, അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, അത് ഈമാനികമായി കർമ്മപരമായി നടപടിക്രമങ്ങളിൽ എല്ലാ മേഖലയിലും അവരും നമ്മളും തമ്മിലുള്ള ഒരു താരതമ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരെ മുൻഗാമികളെ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അവരെപ്പോലെ ഈമാനികമായി ഉയരാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണം എന്നില്ല. അവരെപ്പോലെ കർമ്മപരമായി എത്തിപ്പെടാനും നമുക്ക് സാധിച്ചു കൊള്ളണം എന്നില്ല. അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളിലും നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. പിന്നെ അവിടെ വിജയത്തിന്റെ ഒരു വഴി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അൽ മർഉ മഅമൻ അഹബ്ബ. ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെ, ആ ഒരു കൂട്ടത്തിൽ മഅയ്യത്ത്, ആ കൂട്ടത്തിൽ കൂടി അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ സാധിച്ചാൽ അതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ വിജയത്തിന്റെ പ്രതീക്ഷ. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. മുൻഗാമികൾ മഹാന്മാരായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ അഫ്ളലുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അത് ഈ ഉമ്മത്തിന്റെ ഒരു രീതിയാണ്. ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ മുത്തുനബിയുടെ സ്വഹാബത്താണ്. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലക്കാരാണ്. അമലുകൊണ്ട് ഈമാൻ കൊണ്ട് ഏത് നിലയിൽ ചിന്തിച്ചാലും അവരാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ. പിന്നെ അവരോട് അടുത്തവർ, അടുത്ത തലമുറ താബീങ്ങൾ കുറച്ച് കുറഞ്ഞു. പിന്നെ അവരോടടുത്തവർ താബിയങ്ങൾ കുറച്ചുകൂടെ കുറഞ്ഞു. ആ കുറവ് അങ്ങനെ വന്ന് അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവസാന കാലക്കാർ യദ്ഹബു സ്വാലിഹൂനൽ അവ്വലു ഫൽ അവ്വൽ, യദ്ഹബു സ്വാലിഹൂനൽ അവ്വലു ഫൽ അവ്വൽ, അല്ലെങ്കിൽ യദ്ഹബു സ്വാലിഹൂനൽ ഉവലു ഫൽ ഉവൽ. ആദ്യക്കാരങ്ങനെ കഴിഞ്ഞുപോയി, സ്വാലിഹീങ്ങളൊക്കെ ആദ്യം അങ്ങനെ കഴിഞ്ഞുപോയി. പിന്നെ അവസാനം കുറഞ്ഞ് ബാക്കിയാവുക വതബഖ ഹുസാനത്തുൻ കഹുസാനത്തി ശഈരി അവി തംർ. തരവ്, നമ്മൾ പലപ്പോഴും ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. തരവ് എന്ന് പറഞ്ഞാൽ ഏത് കച്ചവട ചരക്കാണെങ്കിലും ആളുകൾക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാൻ അവസരം കിട്ടുമ്പോൾ അത് നല്ലത് തെരഞ്ഞ് അവസാനം തരവാവും, ബാക്കിയാവും. കേടും പാടും ചപ്പും ചവറും ഉൾക്കനമില്ലാത്തത് അവസാനം ബാക്കിയാവുക തെരവാണ്. ചിലപ്പോൾ കച്ചവടക്കാരും പറയും ഇത് സാധനം തെരവാണ്.
കാരണം ഒക്കെ കഴിഞ്ഞു, ബാക്കിയായതാ, വേണമെങ്കിൽ കൊണ്ടുപോകാം. ഗോതമ്പ് അതിൽ നിന്ന് നല്ലത് കൊണ്ടുപോയി ബാക്കിയാകുന്നത് പോലെ, ഈത്തപ്പഴം നല്ലത് കൊണ്ടുപോയി ബാക്കിയാകുന്നത് പോലെ നല്ലതൊക്കെ ആദ്യം പോയി, അവസാനം ഹസാല, ചവറ്. അല്ലാഹുവിന്റെ റസൂല് മറ്റൊരു ഹദീസിൽ പറഞ്ഞു, അവരുടെ സ്വഭാവമോ ഉസാഉൻ കഉസാഇസ്സൈൽ, മഴവെള്ളപ്പാച്ചിലിനോടൊപ്പം ഒഴുകുകയാണ്. അല്ലേ? മഴവെള്ളപ്പാച്ചിലിനൊപ്പം കൊണ്ട് ഒഴുകിപ്പോകും. ഒഴുക്കിനെതിരെ കാലം എങ്ങനെയാണോ, കാലക്കാരെങ്ങനെയാണോ അതിനനുസരിച്ച് അങ്ങനെ പോകാം. അതിനെതിരെ ചിന്തിക്കാൻ ശക്തമായ നിയന്ത്രണം വേണം. ഒഴുക്കിനെതിരെ നീന്തിക്കയറാൻ, ഒഴുക്കിനെതിരെ ഉയരാൻ അത് ശക്തമായ അധ്വാനം വേണം. ഏറ്റവും ചുരുങ്ങിയത് ഈ ഒഴുക്കിനോടൊപ്പം ഒഴുകാതെ പോകാൻ അവിടെ ഉള്ളയിടത്ത് ഒന്ന് സ്ഥിരമായി നിലനിൽക്കുമെങ്കിലും വേണം. ഒഴുക്കിനെതിരെ നീന്താൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഒഴുക്കിനോടൊപ്പം ഒഴുകിപ്പോകാതെ ഉള്ളയിടത്ത് അത് സ്ഥിരമായി നിൽക്കാനെങ്കിലും സാധിക്കണം. അവിടെ കിടക്കണമെങ്കിൽ കുറച്ചെങ്കിലും കനം വേണം. കനല്ല, വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുകയാണെങ്കിൽ അതങ്ങനെ ഒഴുക്കിനൊപ്പം പോകും. എവിടെയാണോ വെള്ളം ചെന്ന് ചാടുന്നത് അവിടെ ചെന്ന് ചാടും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, ലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, എന്റെ ഉമ്മത്തിന്റെ അവസാനകാലക്കാർ, പിൻഗാമികൾ, ആദ്യകാലക്കാരെ, മുൻഗാമികളെ ശപിക്കും, ലഅനത്ത് ചെയ്യും. കഴിഞ്ഞുപോയ ആളുകളെ ചീത്ത പറയും, കുറ്റം പറയും, അവർക്കൊക്കെ തെറ്റുപറ്റി പഴച്ചു എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, വസബ്ബ ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, ഈ ഉമ്മത്തിന്റെ അവസാനകാലക്കാരെ, ആദ്യകാലക്കാരെ ചീത്ത പറയും. ഇനി അവിടെ നിന്നുകൊണ്ടാണ് ഒരല്പസമയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ദീൻ? എങ്ങനെയാണ് ദീനിയായ കാര്യങ്ങളെ നമ്മൾ നേരിടേണ്ടത്? എന്താണ് ദീനിന്റെ കാഴ്ചപ്പാട്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഉപ്പ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തഅല്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സൂറത്തുൽ ബഖറ പഠിച്ചത് ഫിസ്നതൈ അശറസന 12 കൊല്ലം കൊണ്ടാണ്. ഫലമ്മാ ഖതമഹാ നഹറ ജസൂറാ, സൂറത്തുൽ ബഖറ പഠിച്ചു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ ഒരു ഒട്ടകത്തെ അറുത്തു, അതിന്റെ മാംസം സാധുക്കൾക്ക് വിതരണം ചെയ്തു. സൂറത്തുൽ ബഖറ പഠിച്ചു തീർന്നത് 12 കൊല്ലം കൊണ്ടാണ് പഠിച്ചു തീർന്നത്. അത് പഠിച്ചു തീർന്നപ്പോൾ അത് വലിയൊരു ആഘോഷമാക്കി ബഹുമാനപ്പെട്ടവര് ഒട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം സാധുക്കൾക്ക് വിതരണം ചെയ്തു. ആര്? ഉമർ റളിയല്ലാഹു അൻഹു അറബിയാണ്, അല്ലേ? അവർക്ക് എന്താണ് സൂറത്തുൽ ബഖറ, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞാൽ ഒരു അറബിക്ക് അത് ആണ് പറയുമ്പോൾ തന്നെ മനസ്സിലാവും എന്താ ഈ പറയണെന്ന്. ദാലിക്കൽ കിതാബ്, ഈ കിതാബ്, ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയവുമില്ല, ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കത് വഴികാട്ടിയാണ്. അല്ലദീന, എങ്ങനത്തെ മുത്തഖീങ്ങളാണ്? യുഅ്മിനൂന ബിൽ ഗൈബി, മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. ഇതൊക്കെ ഒരു അറബി അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ജന്മന അറബി മാത്രമല്ല, ആ കാലം എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ, അറബി സാഹിത്യത്തിൽ ഏറ്റവും കഴിവുള്ള ആളുകളുമാണ്. അപ്പൊ അറബിയായ ഉമർ റളിയല്ലാഹു അൻഹു, നമ്മൾ ഇന്നത്തെ കാലക്കാരായ നമ്മൾ ഖുർആൻ പഠിക്കുന്ന രീതി പറഞ്ഞാൽ എന്താ? ഖുർആൻ പരിഭാഷ നോക്കി അതിങ്ങനെ വായിച്ചു നോക്കാം, അതിന്റെ അർത്ഥം നോക്കാം, എന്നിട്ട് പഠിച്ചാൽ ഞാൻ ഖുർആൻ പഠിച്ചു, ഖുർആൻ പണ്ഡിതനായി മാറി. ഒരു ഖുർആൻ പരിഭാഷ വായിച്ച് പഠിച്ചാൽ ഓൻ ഖുർആൻ പണ്ഡിതനായി. ഹദീസ് പരിഭാഷ വായിച്ച് പഠിച്ചാൽ ഓൻ ഹദീസ് പണ്ഡിതനായി. അപ്പൊ ഖുർആനും ഹദീസും പഠിച്ചാൽ പിന്നെ ഓൻ വലിയ മഹാപണ്ഡിതനുമായി. അല്ലേ? ഇതാണ് ഇന്നത്തെ ഒപ്പ്. അപ്പൊ കേവലം ഭാഷ മനസ്സിലാക്കലാണോ? അതാണോ ഖുർആൻ മനസ്സിലാക്കുന്നത്? എന്താ? സൂറത്തുൽ ബഖറ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ, ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ ഉള്ള ആ പ്രധാനപ്പെട്ട സൂറത്തുൽ ബഖറ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിക്കാൻ 12 കൊല്ലം വേണ്ടി വന്നു. അപ്പോൾ അത് എന്ത് ഖുർആൻ പഠനമാണ്? ആ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടകത്തെ അറുത്തു അതിന്റെ മാംസം വിതരണം ചെയ്തു. മുഅ്മിനീങ്ങളെ, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന റജുൽ ഇദാ ഖറഅൽ ബഖറ വ ആല ഇംറാൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാൾ സൂറത്തുൽ ബഖറ പഠിച്ചാൽ, സൂറത്ത് ആല ഇംറാൻ പഠിച്ചാൽ, ജദ്ദ ഫി അയ്യുനിന, ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഓം വലിയ ആളായി. കാരണം അല്ലെ, നമ്മൾ സാധാരണ ഇപ്പോ ഒരു മൊയിലേറിട്ട് പള്ളിക്കൽക്ക് ഓതാൻ പോയി, 10 കൊല്ലം പള്ളിക്ക് ഓതി, പിന്നെ 2 കൊല്ലം കോളേജിൽ പോയി, അങ്ങനെ 12 കൊല്ലം പഠിച്ച് ഓം മൊയിലേരായി വന്നാൽ ഓം വലിയ ആളാ, ഓം മൊയിലേരാ, ആലിമ, ബഹുമാനിക്കപ്പെടേണ്ട ആളാ നമ്മൾ പറയും. സ്വഹാബത്തിന്റെ കൂട്ടത്തില് സൂറത്തുൽ ബഖറ ഒരാൾ പഠിച്ചാൽ, സൂറത്ത് ആല ഇംറാൻ പഠിച്ചാൽ സ്വഹാബത്ത് അയാളെ വലിയ മഹാനായിട്ടാണ് കണക്കാക്കിയിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല, അവർ രണ്ടാളും പറഞ്ഞ ഒരു കാര്യം മഹാന്മാര് കിതാബുകൾ പറയുന്നുണ്ട്. സഹാബത്തിന്റെ രീതി, ഇന്നവും കാനു ഇദാ തഅല്ലമു മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബിയിൽ നിന്ന് സഹാബത്ത് പഠിച്ചാൽ, 10 ആയാത്തിൻ 10 ആയത്ത് പഠിച്ചാൽ, ലം യതജാവസുഹാ, അവര് ആ 10 ആയത്ത് കഴിഞ്ഞ് 11ാമത്തെ ആയത്ത് അവർ പഠിക്കുന്നതിന് മുമ്പ്, ഹത്താ യഅലമു മാ ഫിഹാ മിനൽ ഇൽമി വൽ അമലി, ആ ആയത്തുൽ, ആ 10 ആയത്തിൽ എന്തൊക്കെ ഇൽമുണ്ടോ, എന്തൊക്കെ അതിന്റെ ലാഹിറായ ഇൽമുകൾ, അതിന്റെ ബാത്തിനായ ഇൽമുകൾ, അതിന്റെ പുറമേ ഉള്ള അറിവുകൾ, അകത്തുള്ള അറിവുകൾ, അതിന്റെ രഹസ്യങ്ങൾ, അതുകൊണ്ടുള്ള അമലുകൾ, അതിന്റെ അകക്കാമ്പുകൾ, അത് ആയത്തുകൾ ഇറങ്ങിയ കാരണങ്ങൾ, അതിലെ ചരിത്രങ്ങൾ, അതിന്റെ പശ്ചാത്തലങ്ങൾ എല്ലാം അങ്ങനെയാണ് മഹാന്മാരായ സ്വഹാബത്ത് ഖുർആൻ പഠിച്ചിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഫതഅല്ലംനാ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് ഞങ്ങൾ പഠിച്ചു, അൽ ഇൽമ വൽ അമല ജമിയ, ഇൽമും അമലും ഞങ്ങൾ ഖുർആനിൽ നിന്ന് പഠിച്ചു. ഇൽമും അമലും, അതുകൊണ്ടാണ് വലിഹാദാ കാനു യബഖൂന മുദ്ദത്തൻ ഫീ ഹിഫ്ദുൽ ഖുർആൻ, ഖുർആൻ പഠിക്കാനും ഖുർആൻ മനപ്പാടാക്കാനൊക്കെ കുറെ കാലം സ്വഹാബത്ത് എടുത്തിരുന്നത്. വെറുതെ കാണാപ്പാടം പഠിക്കല്ല, അല്ലെങ്കിൽ വെറുതെ അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയല്ല, ഓരോ ആയത്തും അതിന്റെ അകക്കാമ്പ് എന്താണ്. ഈ അറബികൾ, ഈ സ്വഹാബിമാര് അങ്ങനെയാണ് ഖുർആൻ പഠിച്ചത്. അതുകൊണ്ടാണല്ലോ മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എന്റെ സ്വഹാബത്തിനെ മുറുകെ പിടിക്കണം. അസ്ഹാബി, എന്റെ സ്വഹാബത്ത് കന്നുജൂം, നക്ഷത്രങ്ങളെ പോലെയാണ്. ഫബി അയ്യിഹിം ഇഖ്തദൈതും, നിങ്ങൾ ആരെ പിൻപറ്റിയാലും ഇഹ്തദൈതു, നിങ്ങൾ ഹിദായത്തിലാവും, നിങ്ങൾ നേരായ വഴിയിലാവും. സ്വഹാബത്തിനെ അള്ളാഹ് തെരഞ്ഞെടുത്തതാണ്, ഓരോരുത്തരെയും അള്ളാഹു തീരുമാനിച്ചതാണ്. അല്ലാതെ അന്നുള്ളവരൊക്കെ സ്വഹാബികളായി, അങ്ങനെയല്ല. അള്ളാഹു അവരെ ആ കാലത്ത് ജനിക്കണം എന്നും, അവര് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ കാലത്ത് ജനിക്കണമെന്നും, അലി റളിയല്ലാഹു അൻഹു ആ കാലക്കാരനാവണമെന്നും, ഇതൊക്കെ റബ്ബിന്റെ തീരുമാനമാണ്, അള്ളാന്റെ തീരുമാനമാണ്. 1,40,000-ഓളം സ്വഹാബിമാർ ഒരഭിപ്രായം, മറ്റൊരഭിപ്രായം 1,24,000 സ്വഹാബിമാര്. ഏതായാലും 1,00,000-ലധികം സ്വഹാബിമാരുണ്ടായിരുന്നു. ഈ സ്വഹാബത്തിനെ അള്ളാഹു നേരത്തെ കണക്കാക്കിയതാണ്. ഖിയാമത്ത് നാൾ വരെ ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന കോടാനുകോടി ജനങ്ങൾ, വ്യത്യസ്ത നാട്ടുകാര്, വ്യത്യസ്ത ഭാഷക്കാര്, ആ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ല ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത് ആ കാലത്ത് ജനിപ്പിച്ചു, അവരെ സ്വഹാബിമാരാക്കി. എല്ലാ മക്കക്കാരും എല്ലാ മദീനക്കാരും സ്വഹാബിമാരായിട്ടില്ല, പടച്ച റബ്ബ് തെരഞ്ഞെടുത്തതാണ്. അള്ളാഹു അവർക്ക് അതിനുള്ള ബുദ്ധി കൊടുത്തു, ഈമാൻ കൊടുത്തു, അതിനുള്ള അറിവ് കൊടുത്തു, അള്ളാഹു അവരെ മഹാന്മാരാക്കി. അതുകൊണ്ടാണ് ദീൻ എന്ന് പറഞ്ഞാൽ അവരെ പിൻപറ്റലാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരികളും അൻസാരികളും സ്വഹാബിമാരും മുൻഗാമികൾ. ഖുർആൻ പറഞ്ഞ വാക്കന്നെ വസ്സാബിഖൂൻ, മുൻഗാമികൾ, മുൻകടന്നു പോയവർ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരീങ്ങളും അൻസാരികളായ സ്വഹാബിമാര് അവര് മുൻഗാമികൾ, മുൻകടന്നുപോയവർ. എല്ലാ നിലയിലും അവർ സാബിഖീങ്ങളാണ്. ഈമാൻ കൊണ്ട് മുൻകടന്നവരാ, അറിവ് കൊണ്ട് മുൻകടന്നവരാ,
തഖ്വ കൊണ്ട് മുൻകടന്നവരാ, സ്വർഗത്തിലേക്കും അവർ മുൻകടന്നു പോകുന്നവരാ. പിന്നെ വല്ലദീന തബഉഹും ബിഇഹ്സാൻ, അവരെ ഇത്തിബാഅ് ചെയ്തവര്, പിന്നെ അവരെ ഇത്തിബാഅ് ചെയ്തവര്, ഈ പിൻപറ്റ അങ്ങനെ അവരെങ്ങനെ വാക്കിലും പ്രവർത്തനത്തിലും അർത്ഥത്തിലും അവരെ അംഗീകരിച്ച് അനുസരിച്ച് അവരെ പിൻപറ്റി പോരുന്ന ആ വഴിയാണ് റളിയല്ലാഹു അൻഹും വറദുഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ട വഴി എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ഉലമാ ആ വിശുദ്ധമായ വഴിയെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ 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 പ്രധാനമായി ബഹുമാനപ്പെട്ട ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി അവർ അന്വേഷിച്ചു, പഠിച്ചു, മനസ്സിലാക്കി. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അതുകൊണ്ട് തന്നെ മഹാന്മാരായ മുൻഗാമികളായ മഹാപണ്ഡിതന്മാര് സ്വഹാബത്ത് തന്നെ ഇങ്ങനെയാണ് ഖുർആൻ പഠിച്ചതെങ്കിൽ പിന്നെ താബിഉത്താബിയങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളരെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവർ ദീനിന്റെ കാര്യങ്ങൾ പഠിച്ചത്, മനസ്സിലാക്കിയത്. ബഹുമാനപ്പെട്ട മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കളായ ആലിമീങ്ങൾ അവരുടെ വ്യാഖ്യാനമാണ് ഖുർആൻ പഠിക്കുമ്പോൾ ഇപ്പോൾ ഈ പിൻഗാമികളായ നമ്മൾ അവലംബിക്കേണ്ടത്. സഹാബത്തിന്റെ അഭിപ്രായങ്ങള്, താബീങ്ങളുടെ അഭിപ്രായങ്ങള്, അവരൊക്കെ പഠിച്ചത്, ചർച്ച ചെയ്തത്, അതൊക്കെ ഒരുപാട് കാലങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് ക്രോഡീകരിച്ചു വെച്ച വലിയ പ്രഗത്ഭരായ മുഫസ്സിരീങ്ങൾ. കേവലം ഒരു ഖുർആൻ, ആ ഖുർആനെ സമീപിക്കേണ്ടത്, ഖുർആന്റെ ആശയം മനസ്സിലാക്കേണ്ടത് പ്രാമാണികരായ ഖുർആൻ വ്യാഖ്യാതാക്കളിലൂടെയാണ്. ബഹുമാനപ്പെട്ട ഇമാം ദാവൂദി റഹിമഹുല്ലാ ഹിജ്റ 945 വഫാത്തായത്. അദ്ദേഹം തബഖാത്തുൽ മുഫസ്സിരീൻ എന്ന അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ കിതാബിൽ 704 പ്രഗത്ഭരായ ഖുർആൻ വ്യാഖ്യാതാക്കളെ, ഖുർആൻ പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ വ്യാഖ്യാനിച്ച മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, ഓരോ മഹാന്മാരായ ആളുകൾ വിശുദ്ധമായ ഖുർആനിൽ നിന്ന് വ്യത്യസ്തമായ ഇൽമുകൾ. ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീനുൽ ബുൽഖീനി റഹിമഹുല്ലാ മഹാനവറുകള് മവാഖിഉൽ ഉലൂമി ഫി മവാഖിഉൻ നുജൂം എന്ന് പറയുന്ന കിതാബില് ഖുർആനിൽ നിന്നുള്ള 50-ൽ പരം ശാസ്ത്രങ്ങളെ, ഇൽമുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഖുർആനിൽ നിന്ന് അതൊക്കെ ഒരു നേരെ നമുക്കത് നോക്കിയാൽ മനസ്സിലാവുന്നതല്ല. പക്ഷേ പിന്നെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കള് അതിൽ നിന്ന് മനസ്സിലാക്കി തരുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അവർ ചിന്തിച്ച ആശയങ്ങൾ ഹദീസുകളുടെയും, ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോൾ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കും ആദ്യം, പിന്നെ ഹദീസുകളെ കൊണ്ട് വ്യാഖ്യാനിക്കും, സ്വഹാബത്തിന്റെ അഭിപ്രായങ്ങളെ കൊണ്ട് വ്യാഖ്യാനിക്കും. ഇങ്ങനെ അതിന്റെ രീതികൾ ഒരു നേരെ നമ്മളൊരായത്ത് നോക്കിയപ്പോൾ, ഒരു സൂറത്ത് നോക്കിയപ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് നിയമങ്ങൾ, ഹുക്കുമുകൾ, വിധികൾ, ഇൽമുകൾ, ബഹുമാനപ്പെട്ടവർ 50-ൽ പരം ഇൽമുകൾ ആ കിതാബിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു 102 ശാസ്ത്രങ്ങൾ, 102 ഇൽമുകൾ ബഹുമാനപ്പെട്ടവര് അദ്ദേഹത്തിന്റെ കിതാബിൽ ഖുർആനിൽ നിന്ന് കണ്ടെത്തിയ ഇൽമുകൾ, ശാസ്ത്രങ്ങൾ 102 വിഭാഗത്തിൽ വ്യത്യസ്തമായ ഇൽമുകൾ, ശാസ്ത്രങ്ങൾ ബഹുമാനപ്പെട്ടവർ പരിചയപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തുന്നു, ആരാണ് ഖുർആൻ വ്യാഖ്യാതാക്കളാവേണ്ടത്? 15 വിഭാഗം ഇൽമുകളിലെങ്കിലും ആഴത്തിലുള്ള അറിവുണ്ടായാൽ എന്ന് പറഞ്ഞാൽ, ഒരാൾ ഖുർആൻ വ്യാഖ്യാണെങ്കിൽ അറബി ഭാഷ മാത്രം പഠിച്ചാൽ പോരാ. നഹ്വും സർഫും അറബി വ്യാകരണം ആ നിയമങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ. അതിനു പുറമെ ഹദീസുകൾ അറിയണം, ഓരോ ആയത്തുകൾ ഇറങ്ങിയ പശ്ചാത്തലം അറിയണം, ചരിത്രം അറിയണം, സ്വഹാബത്തിന്റെ കാഴ്ചപ്പാടുകൾ അറിയണം. അതേപോലെ ഭാഷയുമായി ബന്ധപ്പെട്ടത് വ്യത്യസ്തമായ അറിവുകൾ. 15 തരത്തിലുള്ള ഇൽമുകളിൽ, 15 തരത്തിലുള്ള വൈജ്ഞാനിക ശാഖകളിൽ ആഴത്തിലുള്ള അറിവുണ്ടായാൽ മാത്രമേ
അവർക്ക് ഖുർആൻ വ്യാഖ്യാനിക്കാൻ കഴിയൂ, മുഫസ്സിരിങ്ങളാവാൻ കഴിയൂ എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. അവര് ഹദീസുകൾ പഠിച്ചത്, ഹദീസുകളെ വ്യാഖ്യാനിച്ചത് അല്ലേ? നമുക്കറിയാം, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി രൂപപ്പെടുത്തിയതിന്റെ ചരിത്രം, അതിന്റെ രീതി എങ്ങനെയായിരുന്നു എന്ന്. എത്രയോ യാത്ര ചെയ്ത് ഓരോ ഹദീസും അത് പരിശോധിച്ച് അതിനുവേണ്ടി ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് മരുഭൂമികളും മലമടക്കുകളും കയറിപ്പോയി അങ്ങനെ ഹദീസുകൾ പഠിച്ചവർ, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കിയവർ, മുത്തുനബി പറഞ്ഞ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കിയ മഹാന്മാരായ മുൻഗാമികളായ ഇമ്മത്ത് ഇമാമിങ്ങൾ. ഓരോ വഴിയിലും നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത്, വിശ്വാസകാര്യത്തിലും കർമ്മകാര്യത്തിലും എല്ലാ മേഖലകളിലും ബഹുമാനപ്പെട്ട ആ രംഗത്ത് ഇന്നത്തെ ആളുകൾ പഠിക്കാൻ ശ്രമിച്ചാലും പഠിക്കാൻ കഴിയാത്ത ഇൽമ പഠിച്ചവർ, ഇന്ന് പഠിക്കണം എന്ന് വിചാരിച്ച് രാവും പകലും അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങിയാലും പഠിക്കാൻ കഴിയാത്ത, കാരണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരാള് ഇന്ന് സിഹാഹു സിത്തയിൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഇബ്നു ദാവൂദ്, പിന്നെ അബൂദാവൂദ്, ഇബ്നു മാജ, തുർമുദി, നസായി തുടങ്ങിയ സിഹാഹു സിത്തയിലെ ഹദീസുകൾ തന്നെ ഒരാൾ പഠിക്കാൻ ഒരുങ്ങിയാൽ, ആവർത്തനങ്ങൾ ഒഴിവാക്കിയാൽ ഏറെക്കുറെ 12,000 ചില്ലറ ഹദീസുകളാണ് പഠിക്കാൻ കഴിയുക. ലൈഫായ ഹദീസുകളും ഒക്കെ ഒരാൾ ഇന്ന് പഠിക്കാൻ പുറപ്പെട്ടാൽ ഏറെക്കുറെ ഒരു 50,000-ഓളം, ഒരു 1,00,000 ഹദീസൊക്കെയാണ് ഇന്നൊരാൾക്ക് കിട്ടുള്ളൂ ലോകത്ത്. അതേ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ 10,00,000 ഹദീസുകളൊക്കെ മനഃപ്പാടുണ്ടായിരുന്ന മഹാന്മാർ കഴിഞ്ഞുപോയി. അപ്പൊ ഇന്നത്തെ ഈ കാലക്കാര്, പിൻഗാമികളായ ആളുകള് പഠിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടും കാര്യമില്ല. കാരണം പഠിക്കാൻ കഴിയൂല, എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതൊക്കെ കഴിഞ്ഞുപോയി, അവരൊക്കെ മരിച്ചുപോയി, മനഃപ്പാടായിരുന്നു. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രേഖപ്പെടുത്താതിരുന്നത്? അത് റബ്ബിന്റെ ഒരു ഹിക്മത്താണ്. ദീൻ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ്. ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാല്, ദീൻ എവിടെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു കുത്തുബ്ഖാന, ലൈബ്രറി കൊണ്ടേ കാണിച്ചു കൊടുക്കുക, ഇതാണ് ദീനുൽ ഇസ്ലാം. പരിചയപ്പെടുത്താൻ പറ്റുമോ? 100 കണക്കിന് ഖുർആൻ വ്യാഖ്യാനങ്ങൾ, തഫ്സീറുകളുണ്ട്. വലിയ കുത്തുബ്ഖാന, വലിയ വലിയ അറബി കോളേജുകളിലൊക്കെ വലിയ വലിയ കുത്തുബ്ഖാനകളുണ്ട്. നമ്മുടെ ജാമിഅ നൂരിയയിൽ വലിയ കുത്തുബ്ഖാന, അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1000കണക്കിന് കിതാബുകൾ അവിടെ ഉണ്ട്. ഇനിയും ശേഖരിച്ച് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞാൽ 10,000കണക്കിന് കിതാബുകൾ ഉണ്ടാവും. 100 കണക്കിന് തഫ്സീർ, 100 കണക്കിന് ഹദീസ്, ഫിഖ്ഹ്. ഇതാണ് ദീൻ. ദീനുൽ ഇസ്ലാം. എന്താണ് ഇസ്ലാം? അതാ ഇവിടെ പോയി നോക്കിക്കോന്ന് പറയാൻ കഴിയോ? കാരണം മുത്തുനബിയുടെ കാലത്ത് ദീൻ എന്താണ് എന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയും. ഇതാ, ഈ മനുഷ്യനാണ് ദീൻ. ഈ മനുഷ്യന്റെ പ്രവർത്തനം, ഈ മനുഷ്യന്റെ വിശ്വാസം, ഈ മനുഷ്യന്റെ ഇടപെടലുകൾ, ഇതൊക്കെ ദീനാണ്. ജീവിതത്തിലായിരുന്നു ദീൻ. മുസാഫ് പോലുമില്ല. റസൂലുള്ളാഹിന്റെ കാലത്ത് മുസാഫില്ല, പുസ്തകത്തിന്റെ രൂപത്തിൽ. ഒരു കുത്തുബ്ഖാനയില്ല, ഒരു ലൈബ്രറിയും ഇല്ല, ഒരു കിതാബും ഇല്ല, ഒരു വോളിയം നമ്പറും ഇല്ല, ഒന്നുമില്ല. മുസാഫ് പോലും കിതാബിന്റെ രൂപത്തിലില്ല. മുസാഫ് പോലും, ഖുർആൻ പോലും ഈ ചട്ടക്കൂട്ടിൽ ഒതുങ്ങിയ രൂപത്തിലില്ല. എന്നാൽ ഏറ്റവും നല്ല ദീന് റസൂലുള്ള പറഞ്ഞു, അഫ്ദലുൽ ഖുറൂനി ഖർനി, എന്റെ കാലത്ത് ദീന ഏറ്റവും നല്ല ദീൻ. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏടും കിതാബും പേജ് നമ്പറും ആണോ? അല്ലല്ലോ. ദീൻ എന്ന് പറഞ്ഞാൽ ഇത്തിബാഅാണ്, മഹാന്മാരെ പിൻപറ്റി വരലാണ്.
രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ ലക്ഷക്കണക്കിന് ഹദീസുകൾ അന്ന് തന്നെ കൃത്യമായി എഴുതി രേഖപ്പെടുത്തി മുത്തുനബി ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇതൊക്കെ എന്റെ ഹദീസ് തന്നെയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ല. എന്നാൽ തർക്കമല്ലല്ലോ. പിന്നെ പിൽക്കാലക്കാര് ഹദീസ് ദഈഫാണോ സ്വഹീഹാണോ മൗദൂആണോ മർഫൂആണോ എന്നിങ്ങനെ പറയേണ്ടിയും ചർച്ച ചെയ്യേണ്ടിയും കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? ഈ അടങ്ങറും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ പഠിക്കാനുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധി കുറഞ്ഞ ആളുകളും എല്ലാം ഈ പറഞ്ഞതുപോലെ കുറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ പുസ്തകത്തിലും ഏടിലും ആവുകയാണ്. ജീവിതത്തിൽ ഇല്ലാതെ വരുമ്പോൾ, ഖൽബിൽ ഇല്ലാതെ വരുമ്പോൾ അത് ഏടുകളിലേക്ക് ആക്കേണ്ടി വരികയാണ്. അത് ഏടുകളിലേക്കും പുസ്തകത്തിലേക്കും ആക്കുന്നത് തെറ്റായതുകൊണ്ടല്ല, എഴുതുന്ന രീതി മുത്തുനബിയുടെ കാലത്ത് ഉണ്ടതാനും. കാത്തിബുൽ വഹി, മുത്തുനബിയുടെ വഹി എഴുതി വെച്ചിരുന്ന സ്വഹാബത്ത് അന്നുണ്ട്. അപ്പോൾ എന്താണ് ദീനിന്റെ ഒരു അടിത്തറ എന്നത് മനസ്സിലാക്കാനാണ് ആ കാര്യം സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ അവരെ അംഗീകരിച്ച് പിൻപറ്റുക, അതാണ് മുൻഗാമികളെ അംഗീകരിച്ച് പിൻപറ്റിപ്പോരുന്ന വഴിയാണ് ഈമാനിലും വിശ്വാസത്തിലും എല്ലാ മേഖലയിലും ദീനിന്റെ അടിത്തറ എന്നത്. ആ അടിത്തറ വിട്ട് കളിച്ചാൽ അത് ബിദ്അത്തിലേക്കുള്ള വഴിയാണ്. ആ ബിദ്അത്തുകാരുടെ സ്വഭാവമാണ് അള്ളാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി. അവരെ മുൻഗാമികളെ തള്ളിപ്പറയും, അവരെ ആക്ഷേപിക്കും, അവർക്കെതിരെ കൊഞ്ഞണം കുത്തും, അവർക്ക് പഴിച്ചുപോയി എന്ന് പറയും. ഉമർ റളിയല്ലാഹു അൻഹുവിന് തെറ്റുപറ്റി എന്ന് പറയും, സിദ്ദീഖ് തങ്ങൾക്ക് പഴിച്ചു എന്ന് പറയും, ഉസ്മാൻ റളിയല്ലാഹു അൻഹുക്ക് പഴിച്ചു എന്ന് പറയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഒരൊറ്റ സ്വഹാബിയെയും തള്ളിപ്പറയാത്ത, അംഗീകരിക്കപ്പെടേണ്ട മഹാന്മാരായ പണ്ഡിതന്മാരെ, ആലിമീങ്ങളെ, ഇമാമിങ്ങളെ തള്ളിപ്പറയാത്ത ഒരു വഴി നിങ്ങൾ നോക്കി. സുന്നത്ത് ജമാഅത്തിന്റെ വഴി അതാണല്ലോ. സത്യത്തിൽ മദ്ഹബ് നാലിലുണ്ട്. ഒരു മദ്ഹബിന്റെ അഭിപ്രായത്തിന് നേരെ എതിരായിരിക്കും ചിലപ്പോൾ മറ്റേ മദ്ഹബിലെ അഭിപ്രായം. പക്ഷെ എന്നാലും ഒരു ആലിമിനെയും തള്ളിപ്പറയൂല. അതാണല്ലോ നമ്മുടെ രീതി. സുന്നത്ത് ജമാഅത്തിന്റെ രീതി അതാണ്. മനസ്സിലായില്ല? നമ്മൾ സുബൈക്ക് കുനൂത്ത് ഓതാറുണ്ട്. നമ്മൾ സുബൈക്ക് കുനൂത്ത് ഓതും. ഹനഫികൾ കുനൂത്ത് ഓതൂല. പക്ഷെ ഹനഫികളെ നമ്മൾ തള്ളിപ്പറയൂല. ബിദ്അത്തുകാർ കുനൂത്ത് ഓതൂല, അവരെ നമ്മൾ തള്ളിപ്പറയും. ഈ രണ്ടും വ്യത്യാസം മനസ്സിലാക്കണം. എങ്ങനെ 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 പുത്തനാശയക്കാരായ ആളുകൾ കുനൂത്ത് ഓതൂല. അവര് കുനൂത്ത് ഓതാത്തത് പോലെ അല്ല മദ്ഹബുള്ള ആളുകൾ കുനൂത്ത് ഓതാത്തത്. മനസ്സിലായില്ല? ശാഫിഈ മദ്ഹബ് അനുസരിച്ച് കുനൂത്തുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങൾ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയിൽ പോയി. ഇപ്പോൾ അത് ഇറാഖിലാണ്, ഇറാഖിന്റെ പരിധിയിലാണ്. ഇമാം അബൂ ഹനീഫ തങ്ങൾ നജഫ് എന്ന് പറയുന്ന പ്രദേശത്താണ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹിമഹുല്ലാ അവരുടെ ഖബറുള്ളത്. ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയിൽ ഇമാം ഷാഫി തങ്ങൾ വന്നു സുബഹി നിസ്കരിക്കാൻ അവിടെ കൂടി. ബഹുമാനപ്പെട്ടവരെ സുബഹി ഇമാം, ബഹുമാനപ്പെട്ടവർ തന്നെ ഇമാം എന്നുകൊണ്ട് സുബഹി നിസ്കാരം നടന്നു. പക്ഷെ ഇമാം ഷാഫി തങ്ങൾ കുനൂത്ത് ഓതിയില്ല. ഷാഫി ഇമാമിന്റെ അഭിപ്രായവും ഷാഫി മദ്ഹബ് അനുസരിച്ച് കുനൂത്ത് സുബഹിയിൽ കുനൂത്ത് ഓതണം. ഇമാം ഷാഫി തങ്ങൾ അവിടെ വെച്ച് കുനൂത്ത് ഓതിയില്ല. കഴിഞ്ഞപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ആളോട് ചോദിച്ചു, മഹാനവറുകളെ നിങ്ങൾ മറന്നോ, കുനൂത്ത് മറന്നോ ചോദിച്ചു. ഞാൻ മറന്നതല്ലെന്നോ. പിന്നെന്തേ? ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങൾ അവിടെ കിടക്കുമ്പോൾ, ഖബറില മരിച്ചു കിടക്കുക, അന്ത്യവിശ്രമം ഖബറിൽ കിടക്കുമ്പോൾ, ബഹുമാനപ്പെട്ടവരുടെ നിയമം അനുസരിച്ച് സുബഹിക്ക് കുനൂത്തില്ല. മൂപ്പര നിയമം, ഹനഫി മദ്ഹബിലെ നിയമം, മൂപ്പര നിയമം കുനൂത്തില്ല. മൂപ്പര അവിടെ കിടക്കുമ്പോൾ ഞാനിവിടെ നിന്നിട്ട് കുനൂത്ത് എന്ന് പറഞ്ഞാല് അതൊരു അദബുകേടായി തോന്നി. ഇതാണ് ദീൻ. മനസ്സിലായില്ല? കുനൂത്ത് ഓതണം എന്നത് നമ്മുടെ നിയമം, മദ്ഹബിന്റെ നിയമം. ആ നിയമം ഉള്ള ആള് കുനൂത്ത് ഒഴിവാക്കിയതും ദീൻ, അതും ദീനാണ്. അത് ദീനിന്റെ അദബാണ്. മനസ്സിലായില്ല? കുനൂത്ത് ഓതാൻ പറ്റൂല എന്ന് പറയുന്ന വഹാബികളും മൗദൂദികളും അവരെ നമ്മൾ ചീത്തറയും ചെയ്യും. അതും ദീനാണ്. മനസ്സിലായില്ല? കുനൂത്ത് ഓതിയതും ദീന്, ഓതാത്തതും ദീന്, ഓതാത്ത ആൾക്കാരെ അംഗീകരിക്കുന്നതും ദീന്, ഓതാത്ത ആൾക്കാരെ ചീത്ത പറയുന്നതും ദീനും ഒക്കെ ദീനാണ്. ഒക്കെ കുനൂത്ത് തന്നെ. ഓതിയതും ഓതാതിരുന്നതും, ഓതാത്തവരെ അംഗീകരിച്ചതും ഓതാത്തവരെ അംഗീകരിക്കാത്തതും. അപ്പൊ ഇതിന്റെ അടിത്തറ, ഇതിന്റെ മാനദണ്ഡം എവിടെയാണ്?
മാനദണ്ഡം. വഹാബികളും മൗദൂദികളും വിദേഹത്തേര് കുനൂത്ത് ഓതാത്ത അവർ കുനൂത്തിനെ നിഷേധിക്കുകയാണ്. അവർ കുനൂത്തിനെ നിഷേധിക്കുകയാണ്. ഹനഫികൾ കുനൂത്തിനെ നിഷേധിക്കുന്നില്ല. അവര് ശാഫിഈ മദ്ഹബിലെ അല്ലെങ്കിൽ കുനൂത്ത് വേണമെന്ന് പറയുന്ന മദ്ഹബുകളെ അവർ അംഗീകരിച്ചുകൊണ്ട് അവരുടെ മദ്ഹബ് പ്രകാരം അവർ കുനൂത്ത് ഷാഫിഈ ഒരു പള്ളിയിൽ ഷാഫിഈ പള്ളിയിൽ അവർ പോയാൽ അവർ ഷാഫിഈ മദ്ഹബിനെ തഖ്ലീദ് ചെയ്താൽ അവരും കുനൂത്ത് ഓതും. നമ്മളൊരു ഹനഫി പള്ളിയിൽ പോയാൽ ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്താൽ നമുക്ക് ഹനഫി മദ്ഹബ് പ്രകാരം നമ്മുടെ നിസ്കാരവും ഇബാദത്തും അത് നടത്താം, ഓതും കാര്യങ്ങളൊക്കെ നടത്താം. പക്ഷെ എന്ത് വേണം? മദ്ഹബുകൾ അംഗീകരിക്കണം. 4 മദ്ഹബിനെ അംഗീകരിക്കുകയും ഏതെങ്കിലും ഒരു മദ്ഹബിനെ പിൻപറ്റുകയും വേണം. വഹാബികളും മൗദൂദികളും ഒറ്റ മദ്ഹബും അംഗീകരിക്കൂല. അവിടെ വിഷയം. മദ്ഹബുകൾ അംഗീകരിച്ചുകൊണ്ട് കുനൂത്ത് ഒഴിവാക്കുകയാണെങ്കിൽ അത് തെറ്റല്ല. എല്ലാ മദ്ഹബിനും തള്ളിപ്പറയാം, എല്ലാ മദ്ഹബിനും തള്ളിപ്പറയാം, മദ്ഹബുകളൊക്കെ പഴച്ചതാന്ന് പറയാം. എന്നിട്ട് അവരുടേതായ ഒരു നിയമത്തിൽ ഉണ്ടാക്കിയതാണ്. ആ നിയമത്തിൽ അവര് കുനൂത്തിനെ നിഷേധിച്ചുകൊണ്ടാണ് കുനൂത്തിനെ ഒഴിവാക്കുന്നത്. അവിടെയാണ് വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഇങ്ങനെ നമ്മളിപ്പോ തറാവി നിസ്കരിക്കുന്നു, ഒരാൾ 8 റക്അത്ത് നിസ്കരിച്ചു പോയി, അത് തെറ്റല്ല. 2 റക്അത്ത് നിസ്കരിച്ചു പോലും തെറ്റല്ല. മനസ്സിലാക്കണം, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. എങ്ങനെ 12 റക്അത്ത് നിസ്കരിച്ചു പോലും തെറ്റല്ല, 10 റക്അത്ത് നിസ്കരിച്ചാലും തെറ്റല്ല. തറാവി ചുരുങ്ങിയത് 2 റക്അത്ത് അല്ലേ നിസ്കരിച്ചാലും കൂലി കിട്ടും, തറാവിന്റെ കൂലി കിട്ടും. അത് 4, 6, 8, 10, 12 ഒക്കെ ആവാം, 18 ആവാം. 20 അതിന്റെ എണ്ണം. ഒരു കാര്യം ഉണ്ടല്ലോ, ഒരു കാര്യം. പക്ഷെ വിത്തർ പോലെ അത് ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്ന രൂപത്തിലല്ല. തറാവീന്റെ എണ്ണം 20 തന്നെ. തറാവീന്റെ എണ്ണം 20. ഇനി 2 റക്അത്ത് നിസ്കരിച്ചാലും അതിന്റെ കൂലി അവർക്ക് കിട്ടും, ആ 2ന്റെ കൂലി കിട്ടും. എന്നാ ഒരാൾ 8 നിസ്കരിച്ചത് അയാളുടെ വിശ്വാസം എന്താണ്? തറാവീഹ് 8 ഉള്ളൂ എന്നാണ്. അവിടെ പ്രശ്നം. തറാവീഹ് 8 ഉള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് 8 നിസ്കരിച്ചു പോകാം, അത് തെറ്റാണ്. ഒരാൾ സമയമല്ല, ഓരോ തിരക്ക് വന്നപ്പോ പോയി. അപ്പൊ ഒരു ദിവസം ചിലപ്പോൾ 8 നിസ്കരിച്ചു, ഒരു ദിവസം 10 നിസ്കരിച്ചു, 12 നിസ്കരിച്ചു, മിക്കവാറും 20 നിസ്കരിക്കാറുണ്ട്. അവന്റെ വിശ്വാസം തറാവീഹ് 20 അവന്റെ ബുദ്ധിമുട്ട് ചിലപ്പോൾ ആരോഗ്യമല്ല, അല്ലെങ്കിൽ പിന്നെ ക്ഷീണം വരികയാണ്, നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോഴൊക്കെ അവനക്ക് കഴിവിന്റെ പരമാവധി ഒന്ന് നിസ്കരിച്ചു, അതിന്റെ കൂലി അവന് വാങ്ങാം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വിശ്വാസമാണ് പ്രധാനം, വിശ്വാസമാണ് അടിത്തറ. അല്ലേ? നമ്മൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. ദീൻ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസമാണ്. ദീൻ എന്ന് പറഞ്ഞാൽ അത് ഇത്തിബാണ്, പിൻപറ്റലാണ്. അതിൽ യാതൊരു യുക്തിബോധവും യുക്തിവാദവും കടന്നു വരാൻ പാടില്ല. യുക്തിവാദം ദീനിൽ കടന്നു വരാനേ പാടില്ല. അതുകൊണ്ടാണ് അൽഹംദുലില്ലാ നമ്മള് ജുമുഅ നിസ്കരിച്ചു. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ജുമുഅ നിസ്കാരം നടന്നു. ലോകത്തുള്ള മഹാഭൂരിഭാഗം പള്ളികളിലും അറബി ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചു, ജുമുഅ നടന്നു. ഇപ്പോഴും ജുമുഅ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ രാജ്യത്ത് സമയം വ്യത്യാസം ഉണ്ടാവും. എന്നാൽ മാതൃഭാഷയിൽ, നാട്ടുഭാഷയിൽ ഖുത്ബ നിർവഹിക്കുക എന്നതിന്റെ മാനദണ്ഡം എന്താണ്? അതിൽ ഇത്തിബാ ഉണ്ടോ? ഖുർആൻ പറഞ്ഞു മുത്തുനബിയെ പിൻപറ്റാൻ, മുത്തുനബി പറഞ്ഞു സ്വഹാബത്തിനെ പിൻപറ്റാൻ, സ്വഹാബത്തിന് ശേഷം താബീങ്ങളെ പിൻപറ്റാൻ. ഇത്തിബാഇന്റെ വഴി ഖുർആൻ പരിചയപ്പെടുത്തി. ലോകത്ത് ഏതെങ്കിലും ഒരു സ്വഹാബി ഏതെങ്കിലും ഒരു രാജ്യത്ത്, താബീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു രാജ്യത്ത്, താബികളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് നാട്ടുഭാഷയിൽ, ആ നാട്ടിലെ ഭാഷയിൽ ഖുത്ബ നിർവഹിച്ചിട്ടുണ്ടോ? ഇതൊരു വെല്ലുവിളി നടത്തുന്നല്ല. നമ്മൾ എന്തിനാണ് ഒരു അമൽ ബാത്തിലാക്കുന്നത്? ഖുത്ബ പ്രസംഗം, ഖുത്ബ പറഞ്ഞ പ്രസംഗം. സ്വലാത്ത് പറഞ്ഞാല് ദുആ, പ്രാർത്ഥന. അസ്വല നിസ്കാരം, നമ്മൾ അങ്ങനെ പറയാം, അർത്ഥം പറയാം. ശരിക്ക് അറബി ഭാഷയിൽ അസ്വല എന്ന് പറഞ്ഞാൽ അദ്ദുആ, പ്രാർത്ഥന എന്നാണ് അർത്ഥം. എന്നാ വെറുതെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദ്വാരണ നിസ്കാരാവോ? നിസ്കാരാവൂലല്ലോ. നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ താരീഫ് പറയും. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി
സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് നിസ്കാരം. ഫർളുകളും ഷർത്തുകളും സുന്നത്തുകളൊക്കെ ഉള്ള റുക്കൂ, സുജൂദ്, ഇത്തിദാല്, അത്തഹിയാത്ത്, ഇതൊക്കെ ഉള്ള കുറെ വാക്കുകളും പ്രവർത്തനങ്ങളും ഇത് കൂടിയത് ഒരു അമലാണ് നിസ്കാരം. അതിന് ഒന്നു വേണം, ഔറത്ത് മറക്കണം, കിബിലക്ക് മുന്നിടണം, അങ്ങനെ കുറെ നിയമങ്ങളുണ്ട്. അപ്പോഴേ നിസ്കാരമാവുള്ളൂ. വെറുതെ ഇരുന്ന് ഇങ്ങനെ ഇപ്പൊ നമ്മളിത് അന്ന കഴിഞ്ഞു അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കുറച്ച് ഇസ്തിഗ്ഫാർ യാസീനും അത് വേർക്ക ആമീൻ എന്ന് പറഞ്ഞാൽ അത് വെറും ദുആ അല്ലേ? എല്ലാ സ്വലാത്തും ദുആ ആണോ? അല്ല. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതേ വാക്ക് തന്നെ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് വരുന്നതിനും സ്വലാത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. സ്വലാ എന്ന് പറഞ്ഞ സ്വലാത്ത് അതേ വാക്ക് തന്നെയാണ് നിസ്കാരത്തിനും, അതേ വാക്ക് തന്നെയാണ് സ്വലാത്തിനും. വാക്കർത്ഥം നോക്കിയിട്ടല്ല ഒരു കാര്യം തീരുമാനിക്കേണ്ടത്. സ്വലാത്ത് എന്നതിന് സാധാരണ ദുആക്കും സ്വലാത്ത് എന്ന് പറയാം, മുത്തുനബിയുടെ മേൽ ചൊല്ലുന്ന സ്വലാത്തിനും സ്വലാത്ത് എന്ന് പറയാം, നിസ്കാരത്തിനും സ്വലാത്ത് എന്ന് പറയാം. ഓരോന്നിനും അതിൻ്റെതായ വ്യാഖ്യാനങ്ങളാണ്. ഖുത്ബ എന്ന് പറഞ്ഞാല് സാധാരണ ഒരു ദിവസം പ്രസംഗിക്കുമ്പോൾ അതിന് ഖുത്ബ എന്ന് പറയാം, അറബിയിൽ പ്രസംഗം. വെള്ളിയാഴ്ച ഖുത്ബ ഓതുമ്പോ അത് സാധാരണ ഒരു പ്രസംഗമല്ല, അത് ഖുത്ബ എന്ന് പറഞ്ഞാൽ അതിന്റെ നിയമങ്ങളുണ്ടല്ലോ. കാരണം നിസ്കാരം പോലെ നിസ്കാരത്തിന്റെ സ്ഥാനത്താണ് ഖുത്ബ. അൽ ഖുത്ബത്തു തഖൂമു മഖാമ റകഅതൈനി മിനൽ ഫർള്. അല്ലേ? ഖുത്ബ കഴിഞ്ഞാല് നേരെ ഇമാമ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പോ അതിന്റെ ഇടയിൽ പറയട്ടെ പണ്ഡിതന്മാരുടെ ആലിമീങ്ങളുടെ അഭിപ്രായം, ഒരു വിഭാഗം ആലിമീങ്ങൾ പറയുന്നത് ഇഖാമത്ത് വിളിച്ചാല് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്നുള്ള ദുആ പോലും അവിടെ നടത്തരുത് എന്നാണ്. മനസ്സിലായില്ല? ഉറങ്ങരുത്. എങ്ങനെ? ഖുത്ബ 2 ഖുത്ബ നിർവഹിച്ചു. ഖത്തീബ് 2 ഖുത്ബ നിർവഹിച്ചിട്ട് പിന്നെ നേരെ എവിടേക്ക് ഇറങ്ങും? മിഹ്റാബിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങും അല്ലേ? അപ്പോ പിന്നെ ഇഖാമത്ത് വിളിക്കും. ഇഖാമത്ത് കഴിഞ്ഞാൽ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന് പറയുന്ന ദുആ ആ സമയത്ത് നടത്തരുത് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഇമാമിങ്ങളുടെ കൂട്ടത്തിൽ. അതിന്റെ ഇടയിൽ വർത്തമാനം പറയാൻ പാടില്ല എന്നാണ്. അതായത് എത്രത്തോളം ഇസ്തവു സുഫൂഫക്കും റഹിമക്കുമുല്ലാഹ്, സവ്വു സുഫൂഫക്കും വഅ്തദിലു സദ്ദുൽ ഖലൽ എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ മദ്ഹബിന്റെ നിയമം അനുസരിച്ച്, ഇമാമിങ്ങളെ കാഴ്ചപ്പാടനുസരിച്ച്. കാരണം ഖുത്ബ 2 റക്അത്ത് നിസ്കാരം. നമ്മളിപ്പോ ളുഹർ നിസ്കരിക്കുമ്പോ ളുഹർ 4 റക്അത്ത് നിസ്കരിക്കും. ആ 2 റക്അത്ത് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ വർത്താനൊന്നും പറയലില്ലല്ലോ അല്ലേ? 2 റക്അത്ത്, രണ്ടാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്തിനിരുന്ന് അത് കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പിന്നെ നീച്ചു, പിന്നെ നിസ്കരിക്കുന്നു, 4 റക്അത്ത് പൂർത്തിയാക്കുന്നു. അൽ ഖുത്ബത്തു തഖൂമു മഖാമ റകഅതൈനി മിനൽ ഫർള്. വെള്ളിയാഴ്ച 2 റക്അത്ത് നിസ്കരിക്കുന്നുള്ളൂ. 2 റക്അത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്താണ് 2 ഖുത്ബ. അപ്പൊ ഖുത്ബ നിസ്കാരം അതൊരു ഇബാദത്താണ്. ഖുത്ബ കഴിഞ്ഞാൽ പിന്നെ നേരെ നിസ്കരിക്കുക. അതിന്റെ ഇടയിൽ വർത്താനം ഇല്ല. സഫ് ശരിയാക്കാൻ പോലും പറയാൻ പാടില്ല എന്നാണ് പ്രധാനപ്പെട്ട ഉലമാക്കളുടെ അഭിപ്രായം. ആ സമയത്ത് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ എന്ന ദുആ ഒഴിവാക്കണമെന്ന് കർശനമായി പറഞ്ഞവരുണ്ട്. പക്ഷേ നമ്മുടെ മദ്ഹബ് നിയമം അനുസരിച്ച് അത് അനുവദിക്കപ്പെട്ടതാണ്. ആ സമയത്ത് അത് ഒരു പതിവായതുകൊണ്ട് അത് ആ സമയത്തും ചെയ്യാം എന്നാണ്. പക്ഷേ എന്നാൽ അത് ചെയ്യലിന് ഒരു കാര്യമായ പുണ്യമില്ലാത്ത ഒരു സമയമാണത്. ബാങ്കും ഇഖാമത്തും കഴിഞ്ഞാൽ എപ്പോഴും അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി അത് ചൊല്ലൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. പക്ഷേ ജുമുഅക്ക് വേണ്ടിയുള്ള സമയത്ത് അത് സുന്നത്ത് ഇല്ല എന്ന് പറഞ്ഞ ആലിമീങ്ങളുണ്ട്. മനസ്സിലാവുണ്ടോ? ചിന്തിക്കണം. നമ്മുടെ നിയമം അനുസരിച്ച് നമ്മളത് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാൽ അത് അത്ര വലിയ പുണ്യമില്ലാത്തൊരു സമയം വെള്ളിയാഴ്ചയാണ് ജുമുഅക്കായിട്ട് പോലും. കാരണം എന്തുകൊണ്ട്? ഖുത്ബയുടെയും ജുമുഅ നിസ്കാരത്തിന്റെയും ഇടയിലുള്ള ആ വേർതിരിവ് വരാൻ പാടില്ല. അതങ്ങോട്ട് ഒന്നായി വരണം. രണ്ടും ഒന്ന് തന്നെ. ഖുത്ബക്ക് ഒളു വേണം, നിസ്കാരത്തിന് ഒളു വേണം. സാധാരണ പ്രസംഗത്തിന് ഒളുവിന്റെ ആവശ്യമില്ല. ഖത്തീബിന് ഒളു നിർബന്ധമാണ്, ശുദ്ധി നിർബന്ധമാണ് ഖുത്ബ നിർവഹിക്കാൻ. ഖുത്ബക്ക് 5 ഫർളുകളുണ്ട്. ആ ഫർള് ഒറ്റൊന്നും ഒഴിഞ്ഞു പോകാൻ പാടില്ല. സാധാരണ പ്രസംഗിക്കുമ്പോൾ ഓടി വന്നിട്ടാണ് പറഞ്ഞ് കൊണ്ട് പോക, സ്വലാത്തും ചൊല്ലി ഇല്ലേ? മലയാളത്തിൽ പ്രസംഗിക്കുമ്പോൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അതിനെന്താ ഫർളുണ്ട്, ഷർത്തുണ്ട്, സുന്നത്തുണ്ട്, ഔറത്ത് മറക്കണം,
ഒതുണ്ടാവണം, അങ്ങനെ ആവണം, 40 ആളെ കേൾപ്പിക്കണം, അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ ഈ ക്ലാസ്സിന് എത്ര ആളുണ്ട് എണ്ണേണ്ട കാര്യമല്ല അല്ലേ? 2 ആൾക്കാണെങ്കിലും ക്ലാസ് എടുത്തു കൊടുക്കാം, അത് പറയാം. പക്ഷെ ഖുത്ബ അത് പറ്റൂല. ഖുത്ബ പറഞ്ഞാൽ ആ ഒരു 40 ആള് അതിന്റെ നിയമ. ഇങ്ങനെ ഒരുപാട് നിസ്കാരത്തിന് കുറെ നിയമങ്ങളുണ്ടല്ലോ. നിസ്കാരത്തിന് ഒതു വേണം, ഔറത്ത് മറക്കണം അല്ലേ എന്നതുപോലെ ഫർളും സുന്നത്തും ഷർത്തും ഒക്കെ ഉണ്ട് എന്നതുപോലെ അങ്ങനെ കുറെ നിയമങ്ങളുള്ള ഒരു ഇബാദത്താണ് ഖുത്ബ. ആ ഖുത്ബയെ വെറുതെ അർത്ഥം നോക്കി ഖുത്ബ പറഞ്ഞ ഡിക്ഷണറി നോക്കിയപ്പോഴൊക്കെ കണ്ടു പ്രസംഗം. അപ്പൊ നാം മലയാളത്തിൽ പ്രസംഗിക്കുക തെറ്റാണ്, അബദ്ധമാണ്. മലയാളത്തിൽ ഖുത്ബ നടക്കുന്ന പള്ളിയിൽ ജുമുഅക്ക് പോയാൽ ആ ജുമുഅ ബാത്തിലാണ്. പൊന്നാര മൊയ്ലിയരെ അവിടെ ടൗണിൽ പോയപ്പോ വേറെ പള്ളിയൊന്നും കണ്ടില്ല. ആ പള്ളിക്ക് തന്നെ ളുഹർ മടക്കണം, അല്ലാതെ എന്റെ ജുമുഅ പോയി. അവിടെ പോയി പ്രസംഗം കേട്ടു. പക്ഷെ ജുമുഅ ശരിയല്ല. പിന്നെ എന്താ കാട്ടുക? ളുഹർ മടക്കി നിസ്കരിക്കുക തന്നെ, വേറെ പണിയൊന്നുമില്ല. അതിനെ മോന്ത കനപ്പിച്ച് നോക്കിയിട്ട് യാതൊരു കാര്യമല്ല. എന്തൊരു നല്ല പ്രസംഗം ചങ്ങായി. ഒരു മുജാഹിദ് പള്ളി അല്ലെങ്കിൽ ജമാഅത്തിന്റെ പള്ളിയിൽ നല്ല രസമുള്ള പ്രസംഗം. എന്താ ജുമുഅ, എന്താ ഉസാറ്, ഉസാറ് അങ്ങനെ പറയാനുള്ള ഉസാറ് തന്നെ ഉണ്ടാവുള്ളൂ. ജുമുഅ പോയി ബാത്തില. പഠിച്ചോന്റെ ഒന്നും കൂലി കിട്ടൂല. കാരണം മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഉറുദുവിലോ എവിടെ ഏത് നാട്ടിലാണെങ്കിലും ആ രീതി ഈ അടുത്ത കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. സഹാബിമാരോ താബിയങ്ങളോ ഇമാമിങ്ങളോ ആരും ലോകത്തെ എവിടെയും ഒരു രാജ്യത്തും ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. ചൈനയിൽ സഅദ് റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ പള്ളിയുണ്ട്. ചൈനയിൽ പോയ ആൾക്കാർക്കറിയാം. നമ്മൾ പോയിട്ടില്ല, പക്ഷേ പോയി വന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ചൈനയിൽ സഅദ് റളിയല്ലാഹു അൻഹു പള്ളി ഉണ്ടാക്കിയെന്ന് അന്ന് സ്വഹാബിയാണ്. പിന്നെ ആ പിൽക്കാലക്കാര് പല സ്വഹാബിമാരും ആ ഓരോ നാട്ടിൽ പോയി ആ നാട്ടിലെ ഭാഷ പഠിച്ചിട്ടുമുണ്ട്. എന്നാ പിന്നെ അവർ ആ ഭാഷയിൽ ഖുത്ബ നടത്തിയോ? അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ആളുകൾ ആ നാട്ടിലെ ഭാഷയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് ഗൗരവത്തിൽ മനസ്സിലാക്കണം. ദീനിൽ യുക്തിവാദം കൊണ്ടുവരുന്നത് അപകടമാണ്. ദീൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ബുദ്ധിയും യുക്തിയും അനുസരിച്ച് പറയേണ്ട കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പടച്ച റബ്ബ് നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. അല്ലേ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം, ഗൗരവത്തിൽ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അള്ളാഹുവിന്റെ റസൂല് തലയെക്കെട്ടല് സുന്നത്തില്ല എന്ന് ചില ആൾക്കാർ. ഒരു തൊപ്പിയിടൂല്ല, തലമറക്കൊന്നുമില്ല. എന്തേ? ഈ തലയെക്കെട്ടല് ഇത് അറബിയുള്ളൊരു വേഷമായതുകൊണ്ടാണ്, അല്ലാതെ അതിപ്പോ ഇസ്ലാമിന്റെ വേഷമൊന്നല്ല. അറബികൾ പണ്ട് ഈ മരുഭൂമി കൂടെ ഒട്ടകപ്പുറത്ത് പോകുമ്പോ അവര് ഈ പൊടിക്കാറ്റൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അറബികളുടെ രീതിയാണ് ഒരു മുണ്ടൊക്കെ കെട്ടുക, അങ്ങനെ തലയിലും കെട്ടുക, മൂക്ക് കൂട്ടി കെട്ടുക, പൊടിക്കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അറബികളുടെ രീതിയാണ് അത് മുണ്ടിടല്. എന്നതിന്റെ പേരിൽ അത് മുസ്ലിങ്ങൾക്ക് മുഴുവൻ അത് സുന്നത്തൊന്നല്ല, അല്ലേ? അപ്പൊ ഒക്കെ അങ്ങനെ പറയാ, അത് യുക്തിവാദമാണ്. വേറൊരു കൂട്ടർ പറഞ്ഞു, പിന്നെ റസൂലുള്ള നോമ്പ് തുറക്കുമ്പോ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കാന്ന് സുന്നത്തൊന്നുമില്ല. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ നാട്ടിലുള്ള അവിടെയുള്ള ഒരു പഴമായതുകൊണ്ട് റസൂലുള്ളാഹി ഒരു പഴം കഴിച്ചു എന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോ നമ്മുടെ നാട്ടില് ഈത്തപ്പനയും ഒന്നും ഇല്ലല്ലോ. നമ്മുടെ നാട്ടിലുള്ള പഴം കൊണ്ട്, ഓരോ നാട്ടിലെ പഴം കൊണ്ടാണ് അവർ നോമ്പറക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ കറുവത്തും ഉണ്ടാവും, അപ്പൊ നമ്മൾ കറുവത്തും കൊണ്ട് നോമ്പറക്കുക. അല്ലെങ്കിൽ ചക്ക ഉണ്ടാവും, ചക്ക കൊണ്ട് നോമ്പറക്കുക, അല്ലേ? അല്ല നാട്ടിലെ പഴം കൊണ്ട്. ഇത് യുക്തിവാദമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. റസൂലുള്ളാന്റെ നാട്ടിലുള്ള പഴം ഈത്തപ്പഴം ആയതുകൊണ്ട് റസൂലുള്ള അതുകൊണ്ട് നോമ്പ് തുറന്നു. നമ്മുടെ നാട്ടില് ഈത്തപ്പഴം അതിന്റെ പേരിൽ അറബ് നാട്ടിൽ നിന്നൊക്കെ ഈത്തപ്പഴം കെട്ട് കൊടുന്ന് വില കൊടുത്ത് വാങ്ങി ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കൽ സുന്നത്തില്ല. മനസ്സിലായില്ല? അള്ളാഹു കാക്കട്ടെ. അമേരിക്കയിൽ ഒരു വിഭാഗം ആളുകൾ അമേരിക്കയിൽ കഅബാലയം ഉണ്ടാക്കി അവിടെ ഹജ്ജ് നടത്തുന്നുണ്ട്. അവര് യുക്തിവാദമാണ്. അവരുടെ യുക്തിവാദം എന്താ? മക്കത്ത് കഅബ ആയപ്പോ, മക്ക നബിയുടെ മുത്തുനബിയുടെ നാടായപ്പോൾ അവരവിടെ ഹജ്ജ് ചെയ്തു. നമ്മൾ അതിന്റെ പേരിൽ മക്കത്തേക്ക് പിന്നെ ഹജ്ജിന് പോകേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ ഇടങ്ങറായി വിസയും ടിക്കറ്റും ഒക്കെ ഉണ്ടാക്കി അവിടേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. ഓരോ രാജ്യത്തും ഓരോ കഅബാലയം ഉണ്ടാക്കിയിട്ട് ആ രാജ്യത്തെ മുസ്ലിങ്ങൾ ആ രാജ്യത്ത് ഹജ്ജ് നടത്തണം എന്നാണ്. അതൊരു യുക്തിവാദമാണ്. മക്ക അറബികള് അവിടെ വല്ല കഅബാലയത്തുമ്മ പോയി ഹജ്ജ് നടത്തുക, മലയാളികൾ മലയാള കഅബാലയത്തുമ്മ പോയി ഹജ്ജ് നടത്തുക, അത് വേറെ യുക്തിവാദമാണ്. അതൊക്കെ കുഫ്രിയത്താണ്. ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
മുത്തനബി ഈത്തപ്പഴം കൊണ്ട് നോമ്പ് അത് സുന്നത്താണ്. പിന്നെ അവിടെ അത് നാട്ടിലുണ്ടായതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ റസൂലുള്ള തലയെ കെട്ടിയാൽ അത് സുന്നത്താണ്. അത് പൊടിക്കാറ്റ് തടുക്കാൻ വേണ്ടി ചെയ്തതല്ലേ? അതൊന്നും ന്യായമല്ല. അറബി സ്ത്രീകള് അവര് പർദ്ദ ധരിച്ചു, അതുകൊണ്ട് നമ്മുടെ പെണ്ണുങ്ങൾ പർദ്ദം ധരിക്കേണ്ട കാര്യമല്ല. ദീനിനെ പൊളിക്കുന്ന യുക്തിവാദമാണ്. അവരുടെ ഭാഷ അറബി ആയതുകൊണ്ട് അവർ അറബിയിൽ കുത്തുബോധി, നമ്മളെ ഭാഷ മലയാളം ആയതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ കുത്തുബോധ. എന്നാ പിന്നെ നിസ്കാരം അങ്ങനെ ആക്കിക്കൂടെ? ബാങ്കൊക്കെ അങ്ങനെ ആക്കിക്കൂടെ? അല്ലേ? അറബിയിൽ ഇങ്ങനെ ഹയ്യാല സ്വലാ എന്ന് പറഞ്ഞപ്പോ മനസ്സിലാവോ? നിസ്കരിക്കാൻ വരീന്ന്. അപ്പൊ മലയാളത്തിന്റെ പറഞ്ഞ മൈക്ക് ഓണാക്കിയിട്ട് ഈസോലിയരെ നിങ്ങളിപ്പോ ഇന്ന് മുതൽ അസറിന്റെ സമയത്ത് എല്ലാവരും നിസ്കരിക്കാൻ വരികയെന്ന് ഹയ്യാല സ്വലാ ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ ഹയ്യാലൽ ഫലാ, വിജയത്തിലേക്ക് വരികയെ വിജയിക്കാൻ വന്നോളിയേ എന്ന് വിളിച്ചു പറയാം. അള്ളാഹു വലിയവനാണ് എന്ന് പറയാം. പറ്റുമോ? പറ്റൂലല്ലോ. അറബി ബാങ്ക് അറബിയില്, നിസ്കാരം അറബിയില്, ഖുത്ബ എന്താ അറബിയിലായ? പിന്നെ പ്രസംഗം അല്ലല്ലോ. അപ്പൊ നമ്മളിപ്പോ ഇന്ന് ജുമാക്ക് എത്ര സമയം ഖുത്ബ പെട്ടെന്ന് തീർന്നില്ലേ? ഖുത്ബ വേഗം അവസാനിപ്പിക്കണം എന്നാണ്. അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. 2 റക്അത്ത് ജുമാ നിസ്കരിക്കുന്ന സമയത്തെക്കാൾ ചുരുങ്ങണം ഖുത്ബ എന്നാണ്. 2 റക്അത്ത് ജുമാ നിസ്കരിക്കുന്ന 2 റക്അത്ത്, അത് ചിലപ്പോൾ വലിയ സൂറത്ത് ഓതി നിസ്കരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അപ്പൊ ഖുത്ബ വലുതാക്കാം. അതാണ് എന്റെ അദബ്. അങ്ങനെയാണ്. ചുരുങ്ങിയ മിനിറ്റല്ലേ ഉള്ളൂ. ചുരുങ്ങിയ മിനിറ്റ്. ഈ ചുരുങ്ങിയ മിനിറ്റ് കൊണ്ടൊരു വിഷയം പറയാനും പ്രസംഗിക്കാനും പൂർത്തിയാക്കാനും കഴിയില്ല. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനല്ലേ, 2 മണിക്കൂറിന്റെ വിഷയം പറഞ്ഞാലും വിഷയം പിന്നെയും ബാക്കിയാവും, തീരൂല. സാധാരണ ഒരു ലോകത്ത് എല്ലാ രാജ്യത്തും എല്ലാ സ്കൂളിലും എല്ലാ കോളേജിലും ലോകം അംഗീകരിച്ച, ഐക്യരാഷ്ട്രസഭയൊക്കെ അംഗീകരിച്ച പൊതുവെ ഒരു ക്ലാസിന്റെ ഒരു സമയരീതിയുണ്ട്. ഒരു മൊത്തത്തിൽ ഒരു 40 മിനിറ്റ് ഒക്കെ ഒരു ആവറേജ്, ഒരു 40 മിനിറ്റ് ഒക്കെയാണ് ഒരു ക്ലാസിന്റെ ടൈം എന്ന് പറഞ്ഞാൽ. 40 മിനിറ്റ് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സമയം. എന്നാ ഒരു വിഷയം അത്യാവശ്യം സാമാന്യം അവതരിപ്പിക്കാൻ പറ്റിയ ഒരു ടൈം അല്ലേ? ഒരു 40 മിനിറ്റ് എങ്കിലും. എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം അത് എത്തിക്കാൻ കഴിയൂ. കൂടുതലായാൽ ചിലപ്പോൾ മടുപ്പ് വരും ചെയ്യും അല്ലേ? ഈ ഒരു സമയം പോലും ഖുത്ബയുടെ സമയം അതിനേക്കാൾ ചുരുങ്ങി. 2 റക്അത്ത് ജുമുഅയുടെ നിസ്കാരത്തിന് എടുക്കുന്ന സമയത്തേക്കാൾ ചുരുങ്ങിയ സമയം. ആ സമയത്ത് ഈ ഷർത്തുകളും ഫർളുകളും ഒക്കെ പാലിച്ച് നടത്തുന്ന ഒരു കാര്യം. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം, ഖുർആനിൽ ഏതെങ്കിലും ആയത്തോദനം, ഹംദും സലാത്തും വേണം, തഖ്വ കൊണ്ട് വസിയത്ത് വേണം. ഇതൊക്കെ ഉള്ള ഒരു ഇബാദത്ത്, ഒരു അമലാണ് ഖുത്ബ. അതിനെ കേവലം യുക്തിബോധം കൊണ്ട് അതിനെ അപകടപ്പെടുത്തി ഈ ആളുകൾ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വഴി മുൻഗാമികളെ പിൻപറ്റുന്ന വഴിയാണ്, മഹാന്മാരെ ഇത്തിബാ ചെയ്യുന്ന വഴിയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വഴി, വിജയത്തിന്റെ വഴി. അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മുടെ യാസീനോദി ഒരുപാട് ആളുകൾക്ക് ദുആ ചെയ്യാനുണ്ട്, ദുആ ചെയ്യാനും വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. നേരത്തെ ലിസ്റ്റ് വായിച്ചിട്ടില്ല. മരിച്ച പിതാവിനും കുടുംബങ്ങൾക്കും വേണ്ടി ദ്വാരക്കാൻ ഒരാൾ 500 രൂപ, ഒത്തരയുടെ ദർസിലേക്ക് 500 രൂപ,